ഹായ്, ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഇന്നൊരു ക്ഷീണം പിടിച്ചൊരു ദിവസമാണ് കേട്ടോ. രാവിലെ ഉറക്കത്തിൽ നിന്ന് തികയാത്ത എണീറ്റ് വരുന്നൊരു അവസ്ഥയിലാണ്. ഭയങ്കര ഉറക്കക്ഷീണമായിരുന്നു. കാരണം നേരത്തെ ഒരു 3:30-4 മണി ആ ടൈമിലൊക്കെയാണ് കേട്ടോ ചേട്ടൻ വർക്കിന് പോകണേ, ഡ്രൈവറാണ്. അപ്പോൾ ആ ടൈമിൽ പോകുമ്പം ഒന്ന് ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉറക്കം പെട്ടെന്ന് വരത്തില്ല. പക്ഷെ നമ്മൾ ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഉറക്കത്തിൽ നിന്ന് ഉണരാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ അന്ന് പോയ ടൈമിൽ നേരത്തെ ഉണർന്നു, കുറച്ച് നേരം തിരിഞ്ഞു മറിഞ്ഞൊക്കെ കിടന്നു. ഉറങ്ങാൻ പേടിയായിരുന്നു, കാരണം ഉറങ്ങിപ്പോയാൽ എണീറ്റില്ലെങ്കിൽ മോന് ക്ലാസ് ഉണ്ട്, എനിക്ക് വർക്കിന് പോകണം, അപ്പം ടൈം ആവുമല്ലോ. അങ്ങനെ ഉറക്കം തൂങ്ങി എണീറ്റ് വന്ന ഒരു ദിവസമായിരുന്നു. അപ്പോൾ എനിക്ക് ഫ്രഷായിട്ട് എൻ്റെ പണിയിലേക്ക് കിടക്കാൻ എനിക്ക് പറ്റിയില്ല. അപ്പോൾ ഞാൻ കരുതി എന്നാൽ കുളിച്ചിട്ട് തുടങ്ങുന്ന, സാധാരണ എൻ്റെ പണികളെല്ലാം ഒരുക്കിയിട്ട് പിന്നെ കുളിയെല്ലാം കഴിഞ്ഞാണ് ഞാൻ വർക്കിന് പോകാറ്. അപ്പോൾ അന്ന് എനിക്ക് എന്തോ കുളിച്ചിട്ട് പണികളൊക്കെ തുടങ്ങാമെന്നുള്ള രൂപത്തിലായിരുന്നു. ക്ഷീണം നല്ലോണം ഉണ്ട്, അതിൻ്റെ ഒരു പ്രസാദം മുഖത്തില്ല, കണ്ടില്ലേ. അപ്പോൾ രാവിലെ എണീറ്റ് ആദ്യം ചോറിനുള്ള വെള്ളം വെച്ചു. അരിയിട്ട് തിളച്ച് കഴിഞ്ഞാൽ റൈസ് കുക്കറിനകത്ത് ഇറക്കി വെച്ചാൽ ആ പണി കഴിയുമല്ലോ. അപ്പോൾ ആദ്യം തന്നെ അത് ചെയ്തു. പിന്നെ കുടിക്കാനായിട്ട് ഞാൻ വെള്ളം തിളപ്പിച്ച് മൺകുടുക്കയിൽ ഒഴിച്ച് വയ്ക്കാറാണ് ചെയ്യാറ്. അപ്പോൾ ആ വെള്ളത്തിനൊരു പ്രത്യേക സ്വാദാണ്. അതേപോലെ തന്നെ വെള്ളം നല്ലോണം തണുത്തിരിക്കും. ഫ്രിഡ്ജിൽ വെച്ചതല്ല, നമുക്ക് നല്ലൊരു തണുത്ത വെള്ളവും നല്ല, എനിക്കെന്തോ ഒരു പ്രത്യേക താല്പര്യം അതിനോട്. അപ്പോൾ ഞാൻ അങ്ങനെ ഒഴിച്ച് വെച്ചു. അത് കഴിഞ്ഞ് പുട്ടിന് നനച്ച് വെച്ചു. പുട്ടിന് നനച്ച് വെച്ച് പുറത്തുനിന്ന് മേടിക്കുന്ന പൊടി ആയതുകൊണ്ട് തന്നെ നമ്മൾ നനച്ചൊരിച്ചിരി നേരം വെച്ച് കഴിഞ്ഞ് കുതിർന്ന് നല്ല സോഫ്റ്റായിട്ടുള്ള പുട്ടാണ്. അപ്പം പുട്ടിന് നനച്ച് വയ്ക്കൽ കഴിഞ്ഞ് എനിക്ക് കാപ്പി ഇടാനുള്ള വെള്ളം വെച്ച്. എനിക്ക് ചായനേക്കാളും ഇച്ചിരി കൂടി താല്പര്യം കാപ്പിയോടാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി പൊടിച്ച പൊടിയാണ്. അപ്പോൾ എനിക്ക് എന്തോ അതിനോട് വലിയ ഇഷ്ടമാണ്. ചായ കുടിക്കുന്നേക്കാളും എന്തോ ഒരു തൃപ്തിയാണ് കാപ്പി കുടിച്ചാൽ എനിക്ക് കിട്ടുക. അപ്പോൾ കാപ്പി ഞാൻ ചൂടോടെ കുടിക്കാറില്ല. ചൂടോടെ കുടിക്കുന്ന ദിവസങ്ങളിലെല്ലാം ചുണ്ടോ നാക്കോ പൊള്ളിക്കും. അതുകൊണ്ട് ഇട്ട് മാറ്റി വെച്ച് ചെറിയൊരു ചൂട് ആറി കഴിഞ്ഞിട്ട് കുടിക്കാമെന്ന് ഓർത്തു. രാവിലെ എനിക്ക് ബിഫോർ ഫുഡ് തൈറോയിഡിന് മെഡിസിൻ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചു. അപ്പോഴേക്കും എൻ്റെ അരി ഇടാനുള്ള വെള്ളമെല്ലാം തിളച്ചു. അരി ഇട്ട് കഴിഞ്ഞു. വേഗം വേവുന്ന അരിയാട്ടോ, പൊന്നി റൈസാണ്. അപ്പോൾ വേഗം ആവും. ഒരു 2 തിള വന്നു കഴിഞ്ഞാൽ തന്നെ എടുത്ത് റൈസ് കുക്കറിൽ വെച്ചാൽ കുഴഞ്ഞൊന്നും പോകത്തില്ല, പാകമായി കിട്ടിക്കോളും. അപ്പോൾ ഇനി മോന് 8:30 പോകണം. അപ്പം മോന് പോകുമ്പോഴേക്കും അവൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. ആൾ ഫുഡ് സ്കൂളിൽ നിന്നാണ് കഴിക്കുന്നത്. പക്ഷേ എന്തെങ്കിലും ഒരു ചെറിയ മുട്ട വറുത്തതോ അല്ലെങ്കിൽ പപ്പടോ സോയാബീനോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി വീട്ടിൽ നിന്നും കൊടുത്തു വിടാറുണ്ട്. പിന്നെ രാവിലെ അവൻ നേരത്തെ തന്നെ വണ്ടി വരുന്നതുകൊണ്ട് രാവിലെ LKG UKG ഒക്കെ പോയ സമയത്ത് വീട്ടിലായപ്പം അവന് 9:30 ശേഷം പോയാൽ മതി. അപ്പോൾ ആൾ രാവിലെ എന്തെങ്കിലും ഒരു ചെറുകടി കഴിച്ചാലും കുളിയെല്ലാം കഴിഞ്ഞ് കഞ്ഞിയൊക്കെ കുടിച്ചിട്ടായിരുന്നു പോവാൻ. ഞങ്ങൾ ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നേരത്തെയാണ് വണ്ടി വരുന്നത്. അപ്പോൾ അവന് അങ്ങനെ ഉള്ള ടൈം കിട്ടാറില്ല. എന്തെങ്കിലും ചെറുതായിട്ട് കഴിച്ചിട്ട് പോകാനേ സമയം കിട്ടാറുള്ളൂ. ആദ്യമൊക്കെ സ്നാക്സ് കൊടുത്തു വിടുമായിരുന്നു. ഇപ്പോൾ അവർക്ക് സ്നാക്സ് അലൗഡ് അല്ല, അപ്പോൾ അതും കൊണ്ടുപോകാറില്ല. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അരി തിളച്ചു. ഞാനെടുത്ത് റൈസ് കുക്കറിലേക്ക് വെച്ചു. പുട്ട് വെച്ചായിരുന്നു, പുട്ടും ആയി. പുട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, തേങ്ങയില്ലായിരുന്നു. അപ്പം പുട്ടിൻ്റെ ചില്ലയിലിടാൻ ഇച്ചിരി അവിലാട്ടോ ഇട്ടേ. അതെനിക്ക് അമ്മ കാണിച്ചു തന്നിട്ടുള്ളതാണ്. അപ്പം പുട്ടിൻ്റെ പൊടി ഒന്നും ഒട്ടി പിടിക്കത്തില്ല, നന്നായിട്ട് കിട്ടും. നിങ്ങളാരും ഇങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടോ? ഞാൻ ട്രൈ ചെയ്യാറുണ്ട് ചില ദിവസങ്ങളിലൊക്കെ. അപ്പോൾ പുട്ടിന് പ്രത്യേകിച്ച് വേറെ കറിയൊന്നും ഉണ്ടാക്കിയില്ല, കാരണം തലേന്ന് വെച്ച ചിക്കൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി അത് ചൂടാക്കിയൊക്കെ അതിന് കൂട്ടാമെന്ന് ഓർത്തു. അപ്പോൾ ചോറിന് ഞാൻ പരിപ്പും തക്കാളിയും കൂടെ വെറുതെ വേവിച്ചിട്ട് കടുക് വറുക്കുക ചെയ്തത്. അപ്പം അങ്ങനെ സിമ്പിളായിട്ടുള്ള ഒരു കറി. പരിപ്പ് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞിട്ട് വേണം ഇനി മോനെ ഉണർത്തണം. അവനെ തന്നെ എണീറ്റ് വന്ന് എല്ലാം ചെയ്യില്ല. രാവിലെ ഭയങ്കര സ്ലോ ആണ്. അപ്പോൾ എണീറ്റ് നമ്മൾ പോയി ഒന്ന് വിളിച്ച് ഉണർത്തി ആളെ എണീപ്പിച്ച് ബ്രഷ് ചെയ്യുമെന്ന് പറഞ്ഞ് കുളിക്കുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചെയ്യത്തുള്ളേ. അപ്പം ഞാൻ പരിപ്പ് കറി വയ്ക്കുന്ന സമയത്ത് പരിപ്പും തക്കാളിയും മാത്രമായിട്ട് കറി വയ്ക്കുമ്പോൾ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും പച്ചമുളകും തക്കാളിയും വേഗം വേവുന്ന പരിപ്പാണ്. അതുകൊണ്ട് അത് ഒരുമിച്ചിട്ട് കുക്കറിൽ 2 വിസിൽ അടിച്ച് കഴിഞ്ഞാൽ തന്നെ വേഗം വേവും. അപ്പം അങ്ങനെ വെച്ചു.
മോൻ ഇങ്ങനെ കിടന്നാൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞൊക്കെ കിടക്കും. ഒന്ന് വിളിച്ച് ഒന്ന് സോപ്പിട്ടൊക്കെ വേണം. ആൾക്ക് സ്കൂളിൽ പോകാൻ മടിയൊന്നുമില്ല, പക്ഷേ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വരാൻ ചെറിയൊരു മടിയുണ്ട്. അപ്പം ഞാൻ പോയി ചെവീൻ്റെ അടുത്ത് നിന്ന് ഇച്ചിരി കൊഞ്ചിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആൾ മെല്ലെ എണീറ്റപ്പോൾ ഉറക്കം തെളിഞ്ഞിട്ടില്ല. ഇട്ട് അതെല്ലാം ഒന്ന് ഇട്ട് നമുക്ക് കടുക് വറുക്കാം. അപ്പം അതെല്ലാം കഴിഞ്ഞ് പരിപ്പിലോട്ട് ഒഴിച്ച് പരിപ്പൊന്ന് ഉടച്ചെടുത്താൽ മതി. നല്ല കുഴപ്പമില്ല. അത്യാവശ്യം നമുക്ക് ഇച്ചിരി കായപ്പൊടിയും കൂടി കൂട്ടിയായിരുന്നു ചെറിയൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പം അതും കൂടി ആയി, പരിപ്പ് കറി ആയി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചിക്കൻ കറി ഒന്ന് ചൂടാക്കി വെച്ചു. അപ്പോഴേക്കും ആൾ വിളിക്കുന്നുണ്ട്. വന്ന് കുളിക്കാനൊക്കെ കയറ്റി കുളിയെല്ലാം കഴിഞ്ഞ് ഇറങ്ങി വരപ്പോൾ ക്യാമറ കണ്ടപ്പോൾ ആൾക്ക് ഇച്ചിരി നാണം വന്നേ. അങ്ങാനും ഉടുത്ത മുണ്ട് ഊരി പോയാലോ, ചെറിയൊരു സങ്കടമൊക്കെ. പിന്നെ വന്ന് യൂണിഫോം എല്ലാം മാറ്റിക്കുക കേട്ടോ. യൂണിഫോം ഒറ്റയ്ക്ക് ഇടുമ്പോൾ ചിലപ്പോൾ ഒരു ബട്ടൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കയറിപ്പോവും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെയാണ് ചെയ്യുക. ആളെന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറയുകയാണ് എന്നോട്, സീരിയസ് ആയിട്ടുള്ള വർത്തമാനങ്ങളാണ്. അപ്പം പെട്ടെന്ന് ആളുടെ ശ്രദ്ധ ഒരു സ്ഥലത്തോട്ട് പോയി. അപ്പോൾ അവിടെ എന്നാ ചെറിയ പൂമ്പാറ്റ ഉണ്ടല്ലോ, അപ്പോൾ കറക്റ്റിൻ്റെ ബാക്കിലായിട്ട് അത് കുടുങ്ങി കിടക്കുന്നുണ്ട്. അപ്പോൾ അത് ചിറകിട്ട് അടിക്കുന്ന ഒച്ച കേട്ടിട്ടാണ് പെട്ടെന്ന് അങ്ങോട്ട് ശ്രദ്ധിക്കുന്നത്. അതിനിടയ്ക്ക് ക്യാമറയിലും ഒന്നും നോക്കുന്നുണ്ട്. ആൾക്ക് ക്യാമറേൻ്റെ മുന്നിൽ എന്തൊക്കെയോ ചെയ്യണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ അതിനുള്ള ടൈം ഒത്തു വരാത്തത് കൊണ്ടായിരിക്കും. ഒന്നും പ്രത്യേകിച്ച് പറയുന്നില്ല. യൂണിഫോമൊക്കെ ഇട്ട്, ഇതാണ് യൂണിഫോം. വീക്കിലി 2 days നമുക്ക് തിങ്കളും ചൊവ്വയും ദിവസങ്ങളിൽ ഇതും, പിന്നെ ബുധനാഴ്ച വേറൊരു യൂണിഫോമും, വ്യാഴം വെള്ളി ഈ യൂണിഫോം തന്നെയാണ് കേട്ടോ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ കോട്ടെല്ലാം ഇടുമ്പോൾ ഈ ചൂട് സമയത്ത് അവർക്ക് ബുദ്ധിമുട്ടാണ്. പോകുമ്പോൾ എല്ലാം ഇൻസൈഡൊക്കെ ചെയ്താൽ പോകാം, തിരിച്ചു വരുമ്പോൾ എല്ലാം പല വഴിക്കായിരിക്കും. അപ്പോൾ ഷർട്ട് കുടുങ്ങിയിരിക്കുന്ന അമ്മ കണ്ടില്ലേ എന്നുള്ള ഭാവമാണ് കണ്ടത്. അത് കഴിഞ്ഞ് ഡ്രസ്സെല്ലാം മാറി ഐ.ഡി. കാർഡൊക്കെ ഇട്ട് ചായ കുടിക്കുകയാണ്. രാവിലെ വാരിക്കൊടുക്കലാണ്. വാരിക്കൊടുത്തില്ലെങ്കിൽ വയറ്റിലേക്കൊന്നും എത്തില്ല. ഒറ്റയ്ക്കിരുന്ന് കഴിക്കാനൊക്കെ പറഞ്ഞാൽ മണിക്കൂറുകളെടുക്കും, ടൈം എടുക്കും. അപ്പോൾ ചിക്കൻ കറി കൂട്ടി കഴിച്ച് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്തോ ആവശ്യത്തിനുള്ളിലോട്ട് പോയപ്പോൾ ഐ.ഡി. കാർഡൊക്കെ എടുത്ത് നിങ്ങളെ കാണിച്ച് തരികയാണ്. അവളുടെ ഐ.ഡി. കാർഡൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് കാണിക്കണേ. അകത്തോട്ട് പോയി. അതിൻ്റെ ഇടയ്ക്ക് ആൾ കാണിക്കാനുള്ള എന്തൊക്കെയൊക്കെയോ ക്യാമറേൻ്റെ മുന്നിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ എഡിറ്റ് ചെയ്ത സമയത്ത് അത് കണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കളയാൻ തോന്നിയില്ല. അപ്പോൾ നമുക്ക് വാട്സാപ്പിൽ മെസ്സേജ് വരും, വണ്ടി സ്കൂളിൽ നിന്ന് പുറപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജ് വരും. വെള്ളിയാഴ്ച ദിവസമാണ്. അപ്പോൾ ആൾക്ക് സ്കേറ്റിംഗ് ഒക്കെ ഉള്ള ദിവസമാണ്. സ്കേറ്റിങ്ങിനുള്ള സാധനങ്ങളൊക്കെ എടുക്കണം, വേറെ ഒരു ജോഡി ഡ്രസ്സ് എടുക്കണം. വാൻ വന്നു. അങ്ങനെ ആളെ കയറ്റി വിട്ടു. തിരിച്ച് വന്ന് എനിക്ക് ഇച്ചിരി പാത്രം കഴുകാനുണ്ടായിരുന്നു. പാത്രം എല്ലാം കഴുകി വയ്ക്കണം. ഇട്ടിട്ട് പോയാൽ എനിക്ക് 9:30 ആകുമ്പോഴേക്കും പോകണം. അവൻ പോയി പിന്നെ 1 hour എനിക്ക് ടൈം. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യണം. അപ്പോൾ പിന്നെ പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് ഒന്ന് ക്ലീനാക്കി ഇട്ടിട്ട് പോകണം. അല്ലെങ്കിൽ തിരിച്ച് വരുമ്പം 8 മണിയാവും തിരിച്ചെത്താൻ. അത് ആ ഒരു ടൈം ആകുമ്പോഴേക്കും നമുക്ക് ഭയങ്കര ടയർഡായിട്ടും കയറി വരാം. ആ സമയത്ത് ഇതൊക്കെ നിരന്ന് കിടക്കണം കണ്ടാൽ ചിലപ്പോൾ വട്ട് പിടിക്കും. അപ്പോൾ മാക്സിമം ഒരു പാത്രങ്ങളും ഇടാതെ സിങ്കിലിട്ട് വെക്കാതെയാണ് പോവാറ്. എന്തെങ്കിലും അപൂർവ സാഹചര്യങ്ങളിൽ ചിലപ്പോൾ 1 or 2 ക്ലാസ്സൊക്കെ കിടക്കാറുണ്ട്. സ്വാഭാവികമായിട്ടും മാക്സിമം കഴുകി വയ്ക്കും. എല്ലാം കഴിഞ്ഞ് എനിക്ക് യൂണിഫോം എല്ലാം മാറി മുടി നനഞ്ഞതാണല്ലോ, അപ്പോൾ മുടിയൊക്കെ ഒന്ന് ശരിയാക്കുക കേട്ടോ. ഫുഡ് ഞാൻ കൊണ്ടുപോകാറാണ്. തിരിച്ച് ഞാൻ എത്തലും ഒരു 8 മണിയൊക്കെ കഴിയും. അങ്ങനെ ഞാൻ റെഡിയായി വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. വീടെല്ലാം ലോക്ക് ചെയ്ത് ഇച്ചിരി ദൂരം നടക്കാനുണ്ട് ബസ് കിട്ടാൻ. 5 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. നടന്ന് അങ്ങെത്തിയാൽ ബസ് കിട്ടും. 10 രൂപ ബസ്സിന് കൊടുത്താൽ ഉള്ള ദൂരമാണുള്ളൂ. അങ്ങനെ ബസ് ഇറങ്ങി എനിക്കൊരു ഇച്ചിരി നടക്കാനുണ്ട്. അങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ. ഇന്നത്തെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ കാണാം കേട്ടോ. Take care.